RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച സ്വകാര്യ സന്ദർശനമെന്ന് ADGP MR അജിത് കുമാറിന്റെ മൊഴി. DGPക്ക് നൽകിയ മൊഴിയിലെ വിവരങ്ങൾ മീഡിയ വണ്ണിന് ലഭിച്ചു. ദത്താത്രേയ ഹൊസ്ബലയെ പരിചയപ്പെടുത്താൻ സുഹൃത്തായ RSS നേതാവ് A. ജയകുമാറാണ് ക്ഷണിച്ചത്. റാംമാധവുമായുള്ള കൂടിക്കാഴ്ചയും പരിചയപ്പെടൽ മാത്രമാണ്. ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്തിട്ടില്ല. ഇന്നലെ DGPക്ക് നൽകിയ മൊഴിയിലെ അജിത് കുമാറിന്റെ വിശദീകരണം മീഡിയ വൺ എക്സ്ക്ലൂസീവ്. ഹരിമോഹൻ വിശദാംശങ്ങൾ നൽകും. ഹരി, ADGPയുടെ RSS നേതാക്കളുമായുള്ള സന്ദർശനം സർക്കാരിനും പാർട്ടിക്കുമൊക്കെ വലിയ തലവേദനയാകുന്ന ഘട്ടത്തിൽ ADGPയുടെ മൊഴി DGPക്ക് വന്നിരിക്കുന്നു. അത് ഒരു സ്വകാര്യ സന്ദർശനം മാത്രമാണെന്നാണ്. DGP എങ്ങനെയായിരിക്കും ഈ മൊഴിയെ എടുക്കുക? മറ്റെന്തെല്ലാം കാര്യങ്ങളാണ് മൊഴിയെടുപ്പിൽ ADGP പറയുന്നത്? സൈഫുദ്ദീൻ, നമ്മളൊക്കെ പ്രതീക്ഷിച്ചത് പോലെ തന്നെ നേരത്തെ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നൽകിയിട്ടുണ്ടായിരുന്ന വിശദീകരണം ADGP MR അജിത് കുമാർ ആവർത്തിച്ചിരിക്കുന്നു. ഇന്നലെ സംസ്ഥാന പോലീസ് മേധാവി നടത്തിയ മൊഴിയെടുപ്പിലാണ് ADGP MR അജിത് കുമാർ ഈ വിവരങ്ങൾ പങ്കുവച്ചത്. അതായത് തന്റേത് ഒരു സ്വകാര്യ സന്ദർശനം മാത്രമായിരുന്നു. അതിനകത്ത് രാഷ്ട്രീയമോ അല്ലെങ്കിൽ ഔദ്യോഗികമായിട്ടുള്ള പദവിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ADGP MR അജിത് കുമാർ നൽകിയിട്ടുള്ള മൊഴി. അതായത് 2 കൂടിക്കാഴ്ചകളാണ് നടത്തിയിട്ടുള്ളത്. ആ 2 കൂടിക്കാഴ്ചകൾക്കും 10 ദിവസത്തെ ഇടവേള മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ അത് 2ഉം സ്വകാര്യ സന്ദർശനങ്ങളായിരുന്നു എന്നുള്ള ഒരു വാദം തന്നെ ADGP മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. അതിൽ ആദ്യത്തെ കൂടിക്കാഴ്ച 2023 മെയ് 22-ന് ദത്താത്രേയ ഹൊസബല, RSS നേതാവ് ദത്താത്രേയ ഹൊസബലയുമായി നടത്തിയ കൂടിക്കാഴ്ച അത് തൃശൂർ പാറമേക്കാവ് വിദ്യാമന്ദിറിൽ വെച്ച് തന്നെയായിരുന്നു. അന്ന് താൻ ഔദ്യോഗിക വാഹനത്തിൽ തൃശൂരിൽ ഉണ്ടായിരുന്നെങ്കിൽ പോലും ആ വാഹനം ഉപേക്ഷിച്ചുകൊണ്ടാണ് ഇത്തരമൊരു കൂടിക്കാഴ്ചയ്ക്ക് പോയത്. അന്ന് RSS നേതാവ്, RSSന്റെ സമ്പർക്ക പ്രമുഖായിട്ടുള്ള A. ജയകുമാർ, തന്റെ സഹപാഠിയാണ്, സുഹൃത്താണ്. ആ ജയകുമാർ ക്ഷണിച്ചിട്ടാണ് താൻ പോയത്. അതും ഹൊസബാലയെ പരിചയപ്പെടാൻ വേണ്ടി മാത്രമാണ് ജയകുമാർ വിളിച്ചത്. സുഹൃത്ത് വിളിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് താൻ പോയത്. അതും ജയകുമാറിന്റെ കാറിൽ പോവുകയും വിദ്യാമന്ദിറിൽ ഇറങ്ങി അവിടെ ഹൊസബാലയെ കണ്ടതിന് ശേഷം അവിടെ നിന്ന് മടങ്ങുകയായിരുന്നു. അതിനുശേഷമാണ് താൻ തന്റെ ഔദ്യോഗിക വാഹനം ഉപയോഗിച്ചത്. അല്ലാതെ താൻ ഔദ്യോഗിക പദവി ഒന്നും തന്നെ ദുരുപയോഗം ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ADGP ആദ്യ കൂടിക്കാഴ്ചയെ കുറിച്ച് പറഞ്ഞത്. രണ്ടാമത്തെ കൂടിക്കാഴ്ച 10ാമത്തെ ദിവസം, അതായത് ഈ ഹൊസബാലയെ കണ്ടതിന്റെ 10ാമത്തെ ദിവസം 2023 ജൂൺ 2-ാം തീയതി തിരുവനന്തപുരം കോവളത്തെ ഹോട്ടലിൽ വെച്ചാണ് ആ ഒരു കൂടിക്കാഴ്ച നടന്നത്. ആ കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള വിശദീകരണം അല്ലെങ്കിൽ നൽകിയിട്ടുള്ള മൊഴിയിൽ ചില വ്യക്തത കുറവുകളുണ്ട്. അതായത് ഒരു ചാനലിന്റെ, അതായത് ദേശീയ മാധ്യമത്തിന്റെ കോൺക്ലേവിന്റെ ഭാഗമായിട്ടാണ് റാംമാധവ് അവിടെ വന്നത്. താനും ആ കോൺക്ലേവിൽ അതിഥിയായി പോയിരുന്നു. റാംമാധവൻ അതിലൊരു സെഷനിൽ സംസാരിക്കാൻ ഉണ്ടായിരുന്നെങ്കിലും തന്നെ അതിലൊരു അതിഥി മാത്രമായിട്ടാണ് ക്ഷണിച്ചത്. പക്ഷെ തനിക്കും അവിടെ പോകേണ്ടതുണ്ടായിരുന്നു. അത് ഈ പറയുന്ന ഹോട്ടലിൽ വെച്ചുകൊണ്ട്, കോവളത്തെ ഈ ഹോട്ടലിൽ വെച്ചാണ് ആ പരിപാടി നടന്നത്. ആ പരിപാടിയിൽ വന്ന അതിഥികളും താമസിച്ചിരുന്നത് അതേ ഹോട്ടലിലാണ്. അതുകൊണ്ട് റാംമാധവ് അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തെ പരിചയപ്പെടാൻ വേണ്ടിയാണ് താൻ പോയത് എന്നുള്ളതാണ് അജിത് കുമാറിന്റെ മൊഴി. പക്ഷെ ഇതിനകത്ത് ജയകുമാർ നിർബന്ധിച്ചിട്ടോ അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും പ്രേരണ പ്രകാരമാണോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ക്ഷണിച്ചിട്ടാണോ ഇത്തരത്തിലൊരു കൂടിക്കാഴ്ച റാംമാധവുമായി നടത്തിയതെന്നുള്ള കാര്യം അജിത് കുമാർ വ്യക്തമാക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അജിത് കുമാർ തന്നെ മുൻകൈ എടുത്തുകൊണ്ട് നടത്തിയ കൂടിക്കാഴ്ചയാണ് രണ്ടാമത്തേത് എന്നുള്ളത് വ്യക്തമാവുകയാണ്. പക്ഷെ രണ്ടാമത്തെ കൂടിക്കാഴ്ച അധികം നേരം നീണ്ടു നിന്നില്ല. ആദ്യത്തെ കൂടിക്കാഴ്ചയിൽ ജയകുമാർ ഒപ്പം ഉണ്ടായിരുന്നത് കൊണ്ട് 1 മണിക്കൂറിലേറെ നേരം ഹൊസബാലയുമായി സംസാരിക്കുകയുണ്ടായി. പക്ഷേ രണ്ടാമത്തെ കൂടിക്കാഴ്ച 10 മിനിറ്റോളം മാത്രമാണ് നീണ്ടത്. അത് പെട്ടെന്ന് തന്നെ അവസാനിച്ചു. അത് താൻ പരിചയപ്പെടാൻ വേണ്ടി മാത്രം ആ ഹോട്ടലിലേക്ക് പോവുകയും പരിചയപ്പെടുകയുമായിരുന്നു. ഈ കോൺക്ലേവിന്റെ ഭാഗമായി എത്തിയ എല്ലാവരെയും ആ ഹോട്ടലിലാണ് അക്കോമഡേറ്റ് ചെയ്തിരുന്നത് കൊണ്ട് തന്നെ ആ ഹോട്ടലിൽ താനും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് മൊഴി. ഒപ്പം തന്നെ ഈ കൂടെ ഉണ്ടായിരുന്ന വ്യക്തികളെ കുറിച്ചും അജിത് കുമാർ മൊഴി നൽകിയിട്ടുണ്ടെന്നുള്ളതാണ് വിവരം. അതിന്റെ വിശദാംശങ്ങൾ പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളൂ. എങ്ങനെയാണ് ആ കൂടെ ഉണ്ടായിരുന്നവർ അവിടെ എത്തിയത്? ഒരു വ്യവസായി അടക്കമുള്ള ആളുകൾ ഉണ്ടായിരുന്നു. അവരെ കുറിച്ച് നൽകിയിട്ടുള്ള മൊഴിയുടെ വിശദാംശങ്ങൾ ഇനിയും പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളൂ. പക്ഷേ ഇപ്പോൾ നിലവിൽ സംസ്ഥാന പോലീസ് മേധാവിക്ക് നൽകിയിരിക്കുന്ന വിശദീകരണത്തിൽ അല്ലെങ്കിൽ മൊഴിയിലൊക്കെ തന്നെ ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്തു എന്നുള്ള ആരോപണം പൂർണ്ണമായി അജിത് കുമാർ നിഷേധിക്കുകയാണ്. ഒരു തരത്തിലും തന്റെ കാറോ അല്ലെങ്കിൽ തന്റെ ഔദ്യോഗിക പദവിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളും ഈ 2 കൂടിക്കാഴ്ചകൾക്കും വേണ്ടി ഉപയോഗിച്ചിട്ടില്ല. തന്റെ സ്വകാര്യ സന്ദർശനത്തിൽ രാഷ്ട്രീയം സംസാര വിഷയമാവുകയോ അല്ലെങ്കിൽ ഭരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും കാര്യങ്ങൾ അല്ലെങ്കിൽ പോലീസുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ, രഹസ്യങ്ങൾ ഒന്നും തന്നെ സംസാരിച്ചിട്ടില്ല എന്ന് കൂടി അജിത് കുമാർ വിശദമാക്കുമ്പോൾ ഇനിയിപ്പോൾ സംസ്ഥാന പോലീസ് മേധാവിയുടെ മുന്നിൽ ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയത് സംസ്ഥാന സർക്കാരിന് സമർപ്പിക്കേണ്ടുന്ന ഒരു അവസ്ഥയിലേക്ക് മാറുകയാണ്. അജിത് കുമാർ നൽകിയ മൊഴി, ഒപ്പം തന്നെ ഇന്റലിജൻസിന്റെ റിപ്പോർട്ടിലുള്ള കാര്യങ്ങൾ, ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ രേഖപ്പെടുത്തിക്കൊണ്ടായിരിക്കും അത്തരമൊരു റിപ്പോർട്ട് സമർപ്പിക്കുക. പക്ഷേ ഇതിനകത്ത് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നം നിലനിൽക്കുന്നത് ഇതൊരു കേസെടുത്തുള്ള അന്വേഷണമല്ല എന്നുള്ളത് കൊണ്ട് തന്നെ അജിത് കുമാർ
എന്തു പറയുന്നു അതുമാത്രം കേട്ടുകൊണ്ട് അതിനപ്പുറത്തേക്ക് RSS നേതാക്കളുടെ മൊഴിയടക്കം രേഖപ്പെടുത്തുന്നതിൽ വലിയ രീതിയിലുള്ള തടസ്സം നിലനിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഈ അജിത് കുമാർ പറഞ്ഞ കാര്യങ്ങൾ അതേപടി മൊഴി രേഖപ്പെടുത്തി സർക്കാരിന് നൽകേണ്ടുന്ന ഒരു അവസ്ഥയാണ് നിലവിൽ സംസ്ഥാന പോലീസ് മേധാവിക്കുള്ളത്. RSS നേതാവ് ജയകുമാറിന് നോട്ടീസ് നൽകിയിരുന്നു എന്ന് നേരത്തെ പോലീസ് അവകാശപ്പെട്ടിരുന്നെങ്കിലും അങ്ങനെ ഒരു നോട്ടീസ് ലഭിച്ചതായിട്ടുള്ള വിവരങ്ങളൊന്നും തന്നെ ലഭിക്കുന്നില്ല. നമുക്ക് RSS നേതൃത്വമൊക്കെ സംസാരിക്കുമ്പോൾ അത്തരമൊരു നീക്കത്തിലേക്ക് പോലീസ് കടന്നതായി വിവരമില്ല. കാരണം ഇതൊരു കേസെടുത്തുള്ള അന്വേഷണം അല്ലാത്തതിനാലാണ് അത്തരമൊരു മൊഴിയെടുക്കലോ ചോദ്യം ചെയ്യലോ ഒന്നും നടക്കാത്തൊരവസ്ഥയിലേക്ക് വരുന്നത്. അതുകൊണ്ട് ഇപ്പോൾ അജിത് കുമാർ നൽകിയിട്ടുള്ള മൊഴി തന്നെ മുഖവിലക്ക് എടുത്തുകൊണ്ടുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടതായിട്ടുണ്ട്. എന്തായാലും സർക്കാരിന്റെ കയ്യിൽ ഈ RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയിൽ ഒരു റിപ്പോർട്ട് കിട്ടുന്ന മുറയ്ക്ക് അതിലൊരു നടപടിയിലേക്ക് സർക്കാർ കടക്കുമെന്നുള്ളതായിരുന്നു നേരത്തെ മുഖ്യമന്ത്രി അടക്കം അതാണ് ഹരി. ഇനിയിപ്പോൾ ഒരു സ്വകാര്യ സന്ദർശനമാണെങ്കിലും അദ്ദേഹത്തിന്റെ വിശദീകരണത്തിൽ തൃപ്തി അടയുകയാണെങ്കിൽ കൂടിയും CPM-നും സർക്കാരിനും, അതായത് ആഭ്യന്തര വകുപ്പിന് കീഴിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ, ക്രമസമാധാന ചുമതലയുള്ള ADGP RSSന്റെ മുതിർന്ന നേതാക്കളുമായി സ്വകാര്യ സന്ദർശനം നടത്തി എന്നുള്ളത് തന്നെ പാർട്ടിക്കും സർക്കാരിനും എത്ര കണ്ട് ദഹിക്കാൻ പറ്റുന്ന ഒന്നായിരിക്കും ഇപ്പോഴത്തെ ഘട്ടത്തിൽ. അത് നേരിട്ടുള്ള ഒരു നടപടിയില്ലെങ്കിൽ കൂടിയും ഇദ്ദേഹത്തിന്റെ ഈ വിശദീകരണം, അതിന്റെ ആവർത്തനം, അത് ഈ അന്വേഷണത്തിന്റെ ദിശ ഏത് തലത്തിൽ എത്തിക്കുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. സൈഫുദ്ദീൻ, ഈ കൂടിക്കാഴ്ച സംബന്ധിച്ച ഘടകകക്ഷികൾ വലിയ രീതിയിൽ അതൃപ്തിയിലാണെന്ന് നമുക്കറിയാം. ADGP-യെ അല്ലെങ്കിൽ അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയുള്ള ADGP സ്ഥാനത്ത് നിന്ന് നീക്കണമെന്ന ആവശ്യം CPI ഇന്ന് പോലും ഉയർത്തുകയുമുണ്ടായി. അപ്പോൾ അത്തരമൊരു പശ്ചാത്തലത്തിൽ സ്വകാര്യ സന്ദർശനം എന്നുള്ള അജിത് കുമാറിന്റെ വാദവും വിശദീകരണവും എല്ലാം മുഖവിലക്കെടുത്തുകൊണ്ട് സർക്കാർ വീണ്ടും അജിത് കുമാറിനെ സംരക്ഷിക്കാൻ തുനിയുകയാണെങ്കിൽ അത് ഘടകകക്ഷികളെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് CPI-യെ സംബന്ധിച്ച് അത് വലിയ രീതിയിൽ അസ്വസ്ഥതയുണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇതുവരെ ഉണ്ടായിട്ടുള്ള പ്രതികരണങ്ങൾ അപ്പുറത്തേക്ക് കൂടുതൽ സർക്കാരിനെ പ്രതിരോധത്തിലാക്കിയുള്ള പ്രതികരണങ്ങൾ, പരസ്യ പ്രതികരണങ്ങൾ, മുന്നണി മര്യാദകൾ ലംഘിച്ചുകൊണ്ടുള്ള പ്രതികരണങ്ങളൊക്കെ തന്നെ വരാനുള്ള സാധ്യത ഒട്ടും തള്ളിക്കളയാൻ കഴിയില്ല. അത്തരമൊരു നീക്കത്തിലേക്ക് കടക്കുമെന്നുള്ള കാര്യം ഈ സമയം നമുക്ക് ഉറപ്പിക്കാനും കഴിയും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ സർക്കാർ ഈ സ്വകാര്യ സന്ദർശനം എന്നുള്ള ആ വാദം ഏത് നിലയ്ക്കാണ് സ്വീകരിക്കുക? ക്രമസമാധാന ചുമതലയുള്ള ADGP സ്ഥാനത്തിരിക്കുന്ന ഒരാൾ RSSന്റെ നേതൃത്വത്തെ കാണുന്നത്, RSSന്റെ ഇന്ത്യയിലെ തന്നെ രണ്ടാമനെ കാണുന്നത് ഏത് നിലയ്ക്കാണ് സ്വീകരിക്കുക? അത് സർക്കാരിന്റെ നയത്തിന് തന്നെ വിരുദ്ധമായ ഒരു കാര്യമായതുകൊണ്ട് അതിൽ ഈ ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്തിട്ടില്ല എങ്കിൽ പോലും സർക്കാരിന് വേണമെങ്കിൽ അതിനെ സർക്കാർ നയങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള നടപടി എന്നുള്ള നിലയിൽ അതിനെ കാണാം. അതല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പാടില്ലായിരുന്നു എന്നുള്ളൊരു വിലയിരുത്തലിലേക്ക് എത്താം. അപ്പോൾ ഒരു സ്ഥലമാറ്റത്തിന് അപ്പുറത്തേക്കുള്ള നടപടികളൊന്നും ഉണ്ടാവില്ല. പക്ഷെ ആ നടപടിയെങ്കിലും ഉണ്ടായിട്ടില്ല എന്നുണ്ടെങ്കിൽ CPI-യെ സംബന്ധിച്ച്, മറ്റ് ഘടകകക്ഷികളെ സംബന്ധിച്ച്, പ്രതിപക്ഷത്തെ സംബന്ധിച്ച് ഇനി ഇത് മുന്നോട്ട് പോകുന്നത് ഈ നിലയ്ക്കായിരിക്കില്ല, അല്ലെങ്കിൽ ഇത്രയും തണുത്ത ഒരു രീതിയിലായിരിക്കില്ല കാര്യങ്ങൾ മുന്നോട്ട് പോവുക. ഇതിനേക്കാളേറെ രൂക്ഷമായ പ്രതികരണങ്ങൾ സർക്കാരിന് നേരിടേണ്ടി വരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഇവിടെ ഇനിയിപ്പോൾ കാത്തിരിക്കേണ്ടത് DGP-യുടെ റിപ്പോർട്ടിനായിട്ടാണ്. അജിത് കുമാർ നൽകിയിട്ടുള്ള മൊഴി അതേപടി തന്നെ DGP പകർത്തി വെക്കുമോ, അങ്ങനെ ഒരു റിപ്പോർട്ടായിരിക്കുമോ സമർപ്പിക്കുക എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. അദ്ദേഹം അതിനെ പരിഗണിക്കുക മറ്റ് റിപ്പോർട്ടുകൾ കൂടിയായിരിക്കും. അതായത് അന്നുണ്ടായിരുന്ന സർക്കാരിന് സമർപ്പിച്ചു എന്ന് നമുക്കൊക്കെ തന്നെ വിവരം ലഭിച്ചിട്ടുള്ള സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടും ഇന്റലിജൻസ് റിപ്പോർട്ടും ഒക്കെ തന്നെ പരിഗണിച്ചുകൊണ്ടും ഒപ്പം മറ്റ് വിവരങ്ങൾ, അതായത് മറ്റാളുകളിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ, ആ വിവരങ്ങളുടെ എല്ലാം അടിസ്ഥാനത്തിൽ DGP ഒരു നിഗമനത്തിലെത്തും. ആ നിഗമനം അജിത് കുമാറിന്റെ മൊഴിയിൽ പറയുന്ന അതേ കാര്യങ്ങൾ തന്നെയാണോ എന്നുള്ളതാണ് ഉറ്റുനോക്കേണ്ടത്. അങ്ങനെ സംസ്ഥാന പോലീസ് മേധാവി സമർപ്പിക്കുന്ന റിപ്പോർട്ട് വെച്ചിട്ടായിരിക്കും സർക്കാർ ഇനി മുന്നോട്ടുള്ള നീക്കങ്ങൾ നടത്തുക. അതിൽ ഈ സ്വകാര്യ സന്ദർശനം എന്നുള്ള വാദത്തിൽ തന്നെ ഉറച്ചു നിന്നുകൊണ്ട് DGP-യും ഒരു റിപ്പോർട്ട് സമർപ്പിച്ചാൽ സർക്കാർ ഇതുവരെ നടത്തിയിട്ടുള്ള വാദങ്ങൾ, അല്ലെങ്കിൽ മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിലടക്കം ഉന്നയിച്ച കാര്യങ്ങളൊക്കെ തന്നെ ശരിയാണ്, അല്ലെങ്കിൽ ആ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കേണ്ടുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ വരും. അതാണ് കൂടുതൽ പ്രതിസന്ധിയിലേക്ക് ഈ മുന്നണിയെയൊക്കെ കൊണ്ടുപോവുക. ഘടകകക്ഷികളുടെ ഭാഗത്തു നിന്നുള്ള സമീപനത്തിൽ വലിയ രീതിയിൽ മാറ്റമുണ്ടാവുക, കടന്നാക്രമണം നടത്തുക. PV അൻവർ MLA-യുടെ ഭാഗത്തുനിന്ന് ഹരി, ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്തിട്ടില്ല എന്നുള്ളതൊക്കെ ADGP-യുടെ മൊഴിയാണ്. അക്കാര്യത്തിലൊക്കെ ഒരു അന്വേഷണവും കൂടി ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമായിരിക്കില്ല DGP-യുടെ റിപ്പോർട്ട് ഉണ്ടാവുക. തീർച്ചയായിട്ടും സൈഫുദ്ദീൻ. പക്ഷേ അതിനകത്തൊരു പ്രശ്നം നിലനിൽക്കുന്നത് ഇതിലിപ്പോൾ ഈ കേസെടുത്തുള്ള അന്വേഷണമല്ല എന്നുള്ളത് കൊണ്ട് തന്നെ പല രീതിയിലുള്ള അന്വേഷണങ്ങൾ വഴിമുട്ടുന്നുണ്ട്. കാരണം ഇതിൽ മൊഴി രേഖപ്പെടുത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഈ കൂടിക്കാഴ്ചയിൽ പങ്കെടുത്ത ആളുകളുടെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ജയകുമാറിന്റെ, അതായത് ആരാണോ തന്നെ ക്ഷണിച്ചത് ആ ക്ഷണിച്ച ആളുടെ പേര് അദ്ദേഹം വ്യക്തമാക്കി കഴിഞ്ഞു. അത് ജയകുമാറാണ്, RSSന്റെ സമ്പർക്ക പ്രമുഖമായിട്ടുള്ള ജയകുമാറിന്റെ മൊഴി രേഖപ്പെടുത്തണം. ഒപ്പം രണ്ടാമത്തെ കൂടിക്കാഴ്ച റാം മാധവുമായി കൂടിക്കാഴ്ച
കൂടിക്കാഴ്ചയിൽ ഉണ്ടായിരുന്ന ആളുകളുടെ മൊഴി രേഖപ്പെടുത്തണം. ഒപ്പം തന്നെ RSS നേതാക്കളുടെ, അതായത് കൂടിക്കാഴ്ച നടത്തപ്പെട്ട അവിടെ ദത്താത്രേയ ഹൊസബല ഉണ്ടായിരുന്നു, റാം മാധവ് ഉണ്ടായിരുന്നു, ഈ രണ്ടുപേരുടെ മൊഴി രേഖപ്പെടുത്തണം. ഇതാണ് സാധാരണഗതിയിൽ ഒരു കേസെടുത്തുള്ള അന്വേഷണത്തിന് ഉണ്ടാകേണ്ട ഒരു കാര്യം. പക്ഷേ ഇവിടെ അത് സംഭവിക്കില്ല എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട ഒരു കാര്യമായി ചൂണ്ടിക്കാണിക്കേണ്ടത്. കാരണം കേസെടുത്തുള്ള അന്വേഷണമല്ല, മുഖ്യമന്ത്രിയിൽ നിന്ന് അത്തരം ഒരു നിർദ്ദേശം ലഭിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ നോട്ടീസ് കൊടുത്ത് വിളിപ്പിക്കുകയോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഹാജരാകാൻ ആവശ്യപ്പെടുകയോ ഒക്കെ ചെയ്യാൻ പോലും സാധിക്കാത്ത തരത്തിലേക്കാണ് ഇതിന്റെ അന്വേഷണം മുന്നോട്ട് പോവുക. ഇതിൽ നേരിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും തരത്തിൽ മൊഴി അവർ പറയുന്നത് സ്വീകരിക്കാം, മൊഴി നൽകാൻ അവർ തയ്യാറല്ലെങ്കിൽ അതും രേഖപ്പെടുത്തിക്കൊണ്ട് റിപ്പോർട്ട് സമർപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് നിലവിൽ DGPയുടെ മുന്നിലുള്ള വഴി. അത് എത്രത്തോളം ഇനിയിപ്പോൾ അദ്ദേഹം ഉപയോഗിക്കുന്ന വഴികൾ, മാർഗങ്ങളൊക്കെ തന്നെയാണ് ഇതിനകത്ത് വളരെ പ്രധാനപ്പെട്ടത്. സൈഫുദ്ദീൻ. ശരി, ഹരിമോഹനാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.